പച്ചമുളക് ആവിയിൽ വേവിച്ച് നിങ്ങൾ ഇതേപോലെ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഐറ്റമാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലപ്പുറം സ്പെഷ്യൽ മുളക് അച്ചാറാണ്. മലപ്പുറം കല്യാണ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അച്ചാറാണ്. വെറൈറ്റി അച്ചാറുകൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ പച്ചമുളക് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അച്ചാർ ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ഈ അച്ചാറിലേക്ക് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. പുളി ഉപയോഗിച്ചാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കാലം ഇരിക്കണമെന്നുണ്ടെങ്കിൽ പുളിക്ക് പകരം നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാം. പക്ഷേ പുളി ചേർക്കുമ്പോഴാണ് ഇതിന് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായി കഴുകി വാരിയ മുളകുകൾ ഒന്ന് ആവി കയറ്റാം. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഞെടുപ്പ് ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഈ മുളക് ഒന്ന് നെടുകെ കീറി കൊടുത്താൽ നമ്മുടെ ഈ മുളകിൻ്റെ അകത്ത് അരിയിലേക്ക് നമ്മൾ ഒഴിക്കുന്ന പുളിയും ഉപ്പും മധുരവും എല്ലാം ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് നടുകെ കീറാൻ ഇഷ്ടമില്ലെങ്കിൽ കീറിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. മുളക് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവി കയറ്റാതെ ഡയറക്റ്റായിട്ട് പച്ചമുളക് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടും ഈ അച്ചാർ തയ്യാറാക്കാം. മലപ്പുറം വീടുകളിൽ കല്യാണ വീടുകളിലേക്ക് മിക്കവാറും ചെയ്യാറുള്ളത് എണ്ണയിൽ ഈ ആവി കയറ്റാതെ എണ്ണയിൽ നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടപ്പെടുന്നത്, ഞാൻ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇപ്പോൾ മുളക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം വേണമെങ്കിലും നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത് അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുന്ന മുളകിനനുസരിച്ച് പുളി എടുക്കുക. പുളിയും മധുരവും ഉള്ള അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട, തരിതരിപ്പോട് കൂടി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ആ സമയത്ത് നമ്മുടെ പുളി നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സിമ്പിളാണ്. ഇനി നമ്മൾ ആവി കയറ്റിയ മുളക് നമുക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഈ അച്ചാർ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടാറുള്ളത്. അപ്പം നമ്മൾ ആവി കയറ്റിയ മുളകിന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് ഈ മുളകിൽ നിന്നുള്ള വെള്ളം ഒന്നും തെറിക്കത്തില്ല. നമ്മൾ പച്ചമുളക് ഡയറക്റ്റായിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുഖത്തേക്ക് ഈ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. മുളക് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിലൊന്നും മാറ്റുന്നില്ല. ഈ ഓയിലിലേക്കാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതലോ കുറവോ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലെണ്ണയിൽ ചിലർ തയ്യാറാക്കാറുണ്ട്. പക്ഷെ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. ഇനി നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മുളകിനനുസരിച്ച് നമ്മൾ ശർക്കര കൂടി എടുക്കുക. മധുരവും പുളിപ്പും എരിവുമുള്ള ഒരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ മുളകിൽ എരിവുണ്ട്, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും.
ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം കുറയ്ക്കാനായിട്ട് മറക്കരുത്, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പൊടികളെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ കായം ചേർക്കാറില്ല. നമ്മൾ കായവും കടുകും ഉലുവയും കൂടി പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കാണിക്കുന്ന വീഡിയോയിൽ എല്ലാം ക്ലിയറായിട്ട് കാണിക്കാം. ഇനി നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ടൊക്കെയായിരുന്നു. ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കരയും പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കായവും ഉലുവപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ശർക്കര പാനി ഇതുവരെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ദോശയുടെ കൂടെയായാലും ബിരിയാണിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെയായാലും സൂപ്പറാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ ശർക്കര പാനി കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും പുളിപ്പും മധുരവും എല്ലാം ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളച്ച് മുളകൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ നടുകെ കീറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉപ്പും പുളിപ്പും മധുരവും എല്ലാം ആ മുളകിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇരുന്ന് കുറച്ചുകൂടി അത് കട്ടിയായി വരും. നമ്മൾ ഉപ്പും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പും പുളിപ്പും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുത്താൽ നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആവി കയറ്റിയിട്ട് എണ്ണയിൽ വഴറ്റാതെ നമ്മൾ മുളക് അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ 2-3 ദിവസം കഴിയും അതിൽ എരിവും പുളിപ്പും ഉപ്പും എല്ലാം പിടിച്ച് കിട്ടാനായിട്ട്. കല്യാണ വീടുകളിലൊക്കെ തയ്യാറാക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അല്ലാത്ത രീതിയിലും തയ്യാറാക്കാം. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാൽ മതി.